ഉപന്യാസ രചനയെക്കുറിച്ച് കുട്ടികൾക്കൊക്കെ ധാരാളം സംശയങ്ങളുണ്ടാകും. ഈ സംശയങ്ങളൊക്കെ തീർത്തു തരുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഉപന്യാസം രചിക്കേണ്ടത്? ഉപന്യാസം എന്നാൽ എന്താണ്? ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ആകർഷകമായ രീതിയിൽ എഴുതുന്ന ഗദ്യലേഖനമാണ് ഉപന്യാസം അഥവാ എസ്സേ എന്ന് നമ്മൾ പറയും, അല്ലേ? എന്നാൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സുദീർഘമായി ശാസ്ത്രീയമായ ചർച്ചകളോടെ രചിക്കുന്ന ഉപന്യാസത്തിന് നമ്മൾ പ്രബന്ധം എന്ന് പറയാറുണ്ട്. ഉപന്യാസം എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനോഹരമായ ഒരു ഉപന്യാസം എഴുതി ഉണ്ടാക്കാൻ സാധിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം നമുക്കല്ലേ. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തന്നിരിക്കുന്ന വിഷയം എന്താണോ അതിന് അനുയോജ്യമായ ഒരു തലക്കെട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായി ആകർഷകമായ രീതിയിലൊരു തലക്കെട്ട് നമ്മൾ ഉണ്ടാക്കി എടുക്കണം. അത് വേണം ആദ്യമായി ഉപന്യാസം എഴുതുമ്പോൾ ആദ്യം ഉണ്ടാവേണ്ടത് മനോഹരമായ ഒരു തലക്കെട്ട്. അതിനാണ് പ്രാധാന്യം. രണ്ടാമതായി നാം എന്താ ചെയ്യുന്നത്? ഉപക്രമം എഴുതും. ഉപക്രമം അഥവാ ആമുഖം. ആമുഖം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഉപന്യാസത്തിനൊരു തുടക്കം ഇട്ട് കൊടുക്കും, അല്ലേ? മൂന്നാമതായി പ്രതിപാദ്യവും പ്രതിപാദനവും, അതായത് ആശയ ക്രമീകരണം നടത്തുക. നാലാമതായി നല്ല ഒരു ഉപസംഹാരം ഉണ്ടാകണം. മനോഹരമായ ഉപസംഹാരവും ഒരു ഉപന്യാസത്തിന് ഉണ്ടാകണം. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കാം. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആദ്യമായി തന്നിരിക്കുന്ന വിഷയത്തിന് അനുയോജ്യമായ തരത്തിലുള്ള ഒരു തലക്കെട്ട് കൊടുക്കും. അടുത്തതായി ആമുഖം. ആമുഖത്തിൽ എന്താണ് ഉണ്ടാവേണ്ടത്? എന്താണ് നാം വിവരിക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചനയും വിഷയാവതരണവുമാണ് നമ്മൾ ആമുഖത്തിൽ എഴുതുക. അടുത്തത് പ്രതിപാദ്യം അഥവാ ആശയ ക്രമീകരണം. നമുക്ക് തന്നിരിക്കുന്ന വിഷയം ഏതാണെന്ന് നന്നായി മനസ്സിലാക്കി കഴിഞ്ഞ് അതനുസരിച്ച് ഓരോ ഖണ്ഡികകളായി തിരിച്ചു വേണം എഴുതാൻ. ചെറുതായി പോകരുത്. ഉപന്യാസം രചിക്കുമ്പോൾ അത് ചെറുതായി പോകരുത്. ഓരോ ഖണ്ഡികയിലും നമ്മൾ എഴുതേണ്ടത് ഓരോ ആശയങ്ങളാണ്. ഈ ആശയങ്ങളെ തരംതിരിച്ച് ഓരോരോ ഖണ്ഡികകളായി 6 7 അല്ലെ 10 സെന്റൻസ് വാചകങ്ങളാക്കി എഴുതാൻ ശ്രദ്ധിക്കുക. ദീർഘങ്ങളായ വാക്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചെറിയ ചെറിയ വാക്യങ്ങളാക്കി എഴുതുക. ആസ്വാദ്യകരമായ ഒരു ഭാഷാ ശൈലി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും അതനുസരിച്ച് എഴുതുകയും വേണം. പിന്നെ ചിഹ്ന വ്യവസ്ഥകളൊക്കെ നന്നായി പാലിക്കുകയും വേണം. എഴുതുന്ന ആശയത്തിന് അർത്ഥപുഷ്ടി ഉണ്ടാകണം. അതും പ്രധാനമാണ്. വിഷയ വിശകലനമാണ് നാം ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർക്കണം. നമുക്ക് അറിവുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ എഴുതാൻ ശ്രമിക്കണം. നമ്മുടെ അഭിപ്രായം വിഷയത്തോട് യോജിക്കുന്നതോ യോജിക്കാത്തതോ ആകാം. പക്ഷെ അത് സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് പ്രശസ്തരായ വ്യക്തികളുടെ വാക്യങ്ങളോ അല്ലെ കവികളുടെ 2 വരി കവിതകൾ ശകലങ്ങളോ ഒക്കെ എഴുതി അതിന് സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. ഓരോ പ്രധാനപ്പെട്ട ആശയങ്ങളും ഖണ്ഡിക തിരിച്ച് എഴുതാൻ മറന്നു പോകരുത്. പ്രതിപാദ്യവും പ്രതിപാദനവും നാം നന്നായി ശ്രദ്ധിക്കണം. എന്താണ് പ്രതിപാദ്യം? എന്താണ് പ്രതിപാദനം? പ്രതിപാദ്യം എന്നാൽ വിഷയത്തെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ വായനക്കാരന് മനസ്സിലാകുന്ന തരത്തിൽ ഓരോ ആശയവും ഓരോ ഖണ്ഡികകളിലാക്കി എഴുതി വിഷയ വിശകലനം ചെയ്യുന്നതിനെയാണ് പ്രതിപാദ്യം എന്ന് പറയുന്നത്. ഈ ഖണ്ഡികകളൊക്കെ എഴുതുമ്പോൾ ആ ഖണ്ഡികകൾക്കും ഓരോ തലക്കെട്ടുകൾ കൊടുത്താൽ, ചെറിയ തലക്കെട്ടുകൾ കൊടുത്താൽ നന്നാവും. ഇനി നമുക്ക് പ്രതിപാദനം എന്താണെന്ന് നോക്കാം. ഒരു ഉപന്യാസത്തിൽ ആമുഖവും ഉപസംഹാരവും ഉണ്ടായിരിക്കണമെന്ന് നമുക്കറിയാം.
നാം ഏത് വിഷയത്തെപ്പറ്റി എന്താണ് വിവരിക്കുന്നത് എന്നതിൻ്റെ സൂചനയും വിഷയാവതരണവുമാണല്ലോ നാം ആമുഖത്തിൽ കൊടുക്കുക. ഉപസംഹാരം ശക്തവും ജിജ്ഞാസയെ ശമിപ്പിക്കാൻ കഴിവുള്ളതും ആയിരിക്കണം. ഈ രണ്ട് ഘടകങ്ങളെ, അതായത് ആമുഖവും ഉപസംഹാരവും എന്ന രണ്ട് ഘടകങ്ങളെയാണ് പ്രതിപാദനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് ഉപസംഹാരം. ഉപസംഹാരം എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു. എങ്ങനെയാണ്? വായനക്കാരൻ്റെ ജിജ്ഞാസ ഉണർത്തുന്ന തരത്തിൽ ആയിരിക്കണം ഉപസംഹാരം നടത്തേണ്ടത്. അപ്പോൾ അത് ഒരു ചോദ്യരൂപത്തിൽ അവസാനിപ്പിച്ചാൽ വളരെ നന്നാവും.